നവീകരണ പ്രവൃത്തിക്കായി 3 വർഷം മുമ്പ് അടച്ചുപൂട്ടിയ മുക്കം ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നവീകരിച്ച് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. യാത്രക്കാർക്കായി താൽക്കാലിക ശൗചാലയം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് യാത്രക്കാർക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നിവേദനം നൽകിയത്. മുക്കം നഗരസഭാ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് നവീകരണ പ്രവൃത്തികൾക്കായി 3 വർഷം മുൻപ് അടച്ചുപൂട്ടിയത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് ശൗചാലയം തുറന്നു നൽകാത്തതിലാണ് പ്രതിഷേധം ശക്തമാവുന്നത്. ദിവസേന ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർ 3 വർഷമായി ആശ്രയിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി മറച്ചുകെട്ടിയ ഒരു ശൗചാലയത്തെയാണ്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കും ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ശൗചാലയമില്ലാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് ശൗചാലയത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത്. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മുക്കം നഗരസഭയുടെ ശൗചാലയമാണ് നമ്മൾ പിന്നിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, മുക്കം അങ്ങാടിയിൽ ഒരുപാട് യാത്രക്കാർ, ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ ഒരുപാട് നിരന്തരം ഇറങ്ങുന്ന ബസ് സ്റ്റാൻഡിൽ ഈ ശൗചാലയം ഇല്ലാത്തതുകൊണ്ട് വളരെ പ്രയാസം ജനങ്ങൾ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് എത്രയും വേഗം ഈ പൂർത്തീകരിച്ച് ഈ ശൗചാലയം ഓപ്പണാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. പ്രവൃത്തി വൈകുന്നത് പരിശോധിച്ച് ശൗചാലയം എത്രയും പെട്ടെന്ന് തുറന്നു നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. കംഫർട്ട് സ്റ്റേഷൻ്റെ വർക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട്. സിവിൽ വർക്ക് കഴിഞ്ഞ് ഇനി പ്ലംബിങ്ങും കഴിഞ്ഞ് ഇനി ഫിറ്റിങ്സ് വെക്കാനും പിന്നെ ടൈൽസ് എല്ലാം ബാക്കി കഴിഞ്ഞ് സിവിൽ വർക്ക് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇനിയുള്ളത് ഇലക്ട്രിക്കൽ വർക്കും ബാക്കി ഫിറ്റിങ്സും മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ കഴിയും. 32 ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് പദ്ധതിയിൽ വെച്ച് നഗരസഭ വെച്ചിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ശൗചാലയത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാബ് മുല്ലോളി, ബൈജു കച്ചേരി, പ്രഭാകരൻ മുക്കം, ബഷീർ തെച്ചാട്, ദാമോദരൻ കോഴഞ്ചേരി, ലറീൻ റാഹത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.